ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടായി ചിക്കൻ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ച 1.25 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ ചിക്കൻ 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഇതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ കടായി ഗാർണിഷ് ചെയ്യാനുള്ള പച്ചമുളകും കറിവേപ്പിലയും വറുത്ത് കോരാം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ പൊരിച്ച് കോരിയെടുക്കണം. ചട്ടിയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ച് ഇതിലേക്ക് 15 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ വലിയ 2 സവാള കൊത്തി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി വഴറ്റി അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചിക്കൻ സ്റ്റോക്ക് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള 3 തക്കാളി മിക്സിയിൽ നല്ലപോലെ അടിച്ച് ജ്യൂസാക്കിയത് ചേർക്കണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തത്. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നല്ലപോലെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കോൺഫ്ലവർ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിടണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്യാം. നമ്മുടെ കടായി ചിക്കൻ ഇപ്പോൾ റെഡിയായി. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ വറുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.